ദില്ലിയിലെ CJP പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശവുമായി ജവഹർലാൽ നെഹ്റു സർവകലാശാലയും രംഗത്ത്. ദില്ലിയിലും ജന്തർ മന്ദറിലും ഉള്ള പ്രതിഷേധങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വിട്ടുനിൽക്കണമെന്നും സമൂഹമാധ്യമങ്ങൾ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യണമെന്നും സർവകലാശാല നിർദ്ദേശം നൽകി. ഇത് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടിയും അച്ചടക്ക നടപടിയും സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഡൽഹി സർവകലാശാലയും സമാനമായി മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു. അതേസമയം ദില്ലിയിലെ CJP സമരത്തെ തുടർന്ന് 200 പേരെ പോലീസ് കരുതൽ കസ്റ്റഡിയിലാക്കി. ദില്ലിയിലെ വിവിധ ജില്ലകളിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. സമരത്തിന് കുരുമുളക് സ്പ്രേയുമായി അടക്കം എത്തിയവരാണ് കസ്റ്റഡിയിലായത്. ഇതിൽ ഗുണ്ടാ സംഘങ്ങളും ഉൾപ്പെടുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. UP, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികൾ അല്ലാത്തവരാണ് കസ്റ്റഡിയിലുള്ളതെന്നും പോലീസ് അറിയിച്ചു. 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടക്കും. അതേസമയം CJP സർക്കാർ ചർച്ച ഇന്ന് നടന്നേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. വേദിയുടെ കാര്യത്തിൽ തീരുമാനം ഉടൻ തന്നെ ഉണ്ടായേക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ച് ചർച്ച നടന്നേക്കുമെന്നാണ് വിവരം. ഇന്ന് 12:30-ക്കാകും കൂടിക്കാഴ്ച നടക്കുക. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവരെ ജന്തർ മന്ദറിലെ പ്രതിഷേധം തുടരുമെന്നാണ് CJP നിലപാട്. ദ്രുതകർമ്മസേന പ്ലെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചുവെന്ന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ അടക്കം 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അന്വേഷണത്തിന് CRPF നിർദ്ദേശം നൽകി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വിദ്യാർത്ഥി സമരത്തിന് നേരെ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. പരിക്കേറ്റവർ ചികിത്സയിൽ തുടരുകയാണ്. പ്രദേശത്ത് ഇന്റർനെറ്റ് നിയന്ത്രണം തുടരുന്നുണ്ട്. അതോടൊപ്പം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ CJPയും കേന്ദ്ര സർക്കാരുമായുള്ള 2ാം റൗണ്ട് ചർച്ച പൂർത്തിയായി. 2 ആവശ്യങ്ങളാണ് പ്രതിനിധികൾ മുഖ്യമായി ഉന്നയിച്ചത്. വിദ്യാർത്ഥികൾക്ക് എതിരായ കേസുകൾ പിൻവലിക്കണമെന്ന് ചർച്ചയിൽ CJP വക്താക്കൾ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ CJP ഉറച്ചു നിൽക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ കാര്യത്തിൽ സർക്കാർ നാളെ നിലപാട് വ്യക്തമാക്കും. തീരുമാനമെടുക്കാൻ കൂടുതൽ സമയം തേടിയ സർക്കാർ നാളെ വീണ്ടും CJP പ്രതിനിധികളുമായി ചർച്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യത്തോട് കേന്ദ്രത്തിന് യോജിപ്പാണ്.